नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 85. സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും. പേജ് നമ്പർ 849. ശ്രുതദേവൻ തുടർന്നു, പ്രിയപ്പെട്ട ഭഗവാനെ, ഏതാണ്ടൊരു നിദ്രാവസ്ഥയിലാണ് അവിടുന്ന് ഈ ഭൗതിക ലോകത്തു പ്രവേശിച്ചത്. നിദ്രാവസ്ഥയിൽ ബദ്ധാത്മാവ് മായികവും താത്കാലികവുമായ ലോകങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ അയാൾ വിഭ്രമാത്മകമായ പ്രവർത്തനങ്ങളുടെ തിരക്കിൽ പെട്ടുപോകുന്നു. ചിലപ്പോൾ രാജാവായി തീരണം, ചിലപ്പോൾ വധിക്കപ്പെടണം, മറ്റു ചിലപ്പോൾ അജ്ഞാതമായ ഏതോ നഗരത്തിലെത്തണം. ഇവയൊക്കെ കേവലം താത്കാലിക കാര്യങ്ങളുമാണ്. അതുപോലെ അങ്ങും ഒരു നിദ്രാവസ്ഥയിൽ ഒരു താത്കാലിക പ്രത്യക്ഷം സൃഷ്ടിക്കാനായി ഭൗതിക ലോകത്തു പ്രവേശിക്കുന്നു. അതു അങ്ങയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല, ഭോക്താവായി അങ്ങയെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ബദ്ധാത്മാവിനു വേണ്ടിയാണ്. ഭൗതിക ലോകത്ത് ബദ്ധാത്മാവിൻ്റെ സുഖാനുഭവം ക്ഷണഭംഗുരവും മായികവുമാണ്. എന്നിരുന്നാലും തൻ്റെ മായികമായ അനുഭൂതിക്കു വേണ്ടി അത്തരമൊരു താത്കാലികാവസ്ഥ സൃഷ്ടിക്കാൻ ബദ്ധാത്മാവിനെ കൊണ്ടാവില്ല. അവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവ മായികവും താത്കാലികവും ആണെങ്കിൽ കൂടി അവനെ സഹായിക്കാൻ ഈ താത്കാലിക പ്രത്യക്ഷത്തിൽ അവിടുന്ന് പ്രവേശിക്കുന്നു. ഇപ്രകാരം ബദ്ധാത്മാവ് ഭൗതിക ലോകത്തു പ്രവേശിക്കുന്ന നിമിഷം മുതൽ അവിടുന്ന് അവൻ്റെ സ്ഥിരം ചങ്ങാതിയാണ്. അതിനാൽ ബദ്ധാത്മാവും ഒരു നിർമ്മല ഭക്തനുമായി ബന്ധപ്പെടാൻ ഇടയാകുമ്പോൾ അവിടുത്തെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ചുള്ള ശ്രവണത്തിൽ തുടങ്ങി അവിടുത്തെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ കീർത്തനം, ആരാധനം, പ്രാർത്ഥന, അങ്ങയുടെ അതീന്ദ്രിയ പദവിയെക്കുറിച്ചുള്ള സംവാദം മുതലായ ഭക്തിയുത സേവനങ്ങളിലേർപ്പെടും. ക്രമേണ അവൻ ഐഹിക ജീവിതത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നും മുക്തനാകും. അയാളുടെ ഹൃദയത്തിൽ നിന്നു ഭൗതികമായ പൊടിപടലങ്ങൾ തുടച്ചു നീക്കപ്പെടും. ഇപ്രകാരം ക്രമേണ ഭക്തൻ്റെ ഹൃദയത്തിൽ അങ്ങ് ദൃശ്യനായി തീരും. അങ്ങ് എപ്പോഴും ബദ്ധാത്മാവിനോടൊപ്പമുണ്ടെങ്കിലും ഭക്തിയുത സേവനത്തിലൂടെ വിശുദ്ധനായി തീരുമ്പോൾ മാത്രമേ അവന് അങ്ങയുടെ വെളിപ്പാടുണ്ടാകുകയുള്ളൂ. വൈദികാനുസാരം മൂലമോ ആചാരപരമായോ ഫലാനുഭോഗ കർമ്മങ്ങളാൽ വഴി തെറ്റിക്കപ്പെട്ടവരും
ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തവരുമായ മറ്റുള്ളവർ ജീവിതത്തെക്കുറിച്ചുള്ള ശാരീരിക സങ്കല്പമനുസരിച്ചുള്ള ബാഹ്യസുഖങ്ങളിൽ മയങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ളവർക്ക് അങ്ങയുടെ വെളിപ്പാടുണ്ടാവുകയില്ല. മറിച്ച് അവരിൽ നിന്നു ബഹുദൂരം അകലെയായിരിക്കും അങ്ങ്. എന്നാൽ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ നിരതനായി നിരന്തരം അങ്ങയുടെ തിരുനാമങ്ങൾ ഉരുവിട്ടു ഹൃദയം വിശുദ്ധമാക്കി തീർത്തിരിക്കുന്നവന് അവൻ്റെ നിത്യസുഹൃത്താണ് അങ്ങെന്നു എളുപ്പം മനസ്സിലാക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.